കൊച്ചി കളമശ്ശേരിയെ നടുക്കിയ ജെയ്സി കൊലക്കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ജെയ്സി കൊലപാതകത്തിൽ പ്രതി ഗിരീഷ് ബാബുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രതി മോഷ്ടിച്ച 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. കാക്കനാട് തെങ്ങോട്ടെ പാറമടയിലെ കുളത്തിൽ ഉപേക്ഷിച്ച ഫോണുകൾ സ്കൂബ സംഘമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, പ്രതിയുമായി ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ഈ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ, അതെന്തിനാണ് ഇയാൾ ഫോണുകൾ മോഷ്ടിച്ചത്? തെളിവ് നശിപ്പിക്കാനായിരുന്നോ? ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ തെളിവെടുപ്പില് പ്രധാനമായും പോലീസിന് കണ്ടെത്തേണ്ടത് എന്തെങ്കിലും തെളിവുകൾ, പ്രധാനപ്പെട്ട തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടോ? ടോം, ജെയ്സി കൊലപാതക കേസിലെ പോലീസിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത്. ഈ ഡിസംബർ 1 വരെയാണ് ഇയാളെ ഗിരീഷ് ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയ്സിന്റെ ഇവരിൽ നിന്ന് കവർന്ന സ്വർണ്ണാഭരണങ്ങൾ അടിമാലിയിലെ ഒരു ജ്വല്ലറിയിലായിരുന്നു ഇയാൾ വിറ്റിരുന്നത്. അവിടെ നിന്ന് പോലീസ് അത് കണ്ടെടുക്കുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇവരുടെ ഈ കൊലപാതകത്തിന് ശേഷം ഇവിടെ നിന്ന് ഇവരുടെ മൊബൈൽ ഫോണുകളും വളയും കൈക്കലാക്കിയിരുന്നു. മറ്റൊന്നും അവിടെ നിന്ന് ഇയാൾക്ക് മോഷ്ടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നതാണ് പറയുന്നത്. കാരണം ഇവരുടെ പക്കൽ ധാരാളം സ്വർണ്ണാഭരണങ്ങളുണ്ട്, പണവും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ പ്രതികളായ ഗിരീഷ് ബാബുവിനും കൂട്ടുപ്രതിയായ ഖദീജയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ വലിയ രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരുന്ന അന്ന് സ്വർണ്ണാഭരണങ്ങളായിട്ട് വള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സ്വർണ്ണം അയാൾക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചില്ല. മാത്രവുമല്ല അധികം സമയം അവിടെ നിൽക്കാതെ അയാൾ അവിടെ നിന്ന് പോരുകയായിരുന്നു. അപ്പോൾ ഇതിൽ കിട്ടിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോൺ കയ്യിൽ സൂക്ഷിക്കുന്നത് അയാൾ അത്ര പന്തിയായിട്ട് തോന്നിയില്ല. മൊബൈൽ ഫോൺ തുറക്കാനും കാര്യങ്ങളൊന്നും സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇയാൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ തെങ്ങോടുള്ള ഈ സ്ഥലത്ത്, അതൊരു പാറമടയാണ്. പാറമടയിൽ രൂപപ്പെട്ട കുഴിയിലാണ് ഇപ്പോൾ മഴ പെയ്ത് വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇയാളത് വലിച്ചെറിഞ്ഞത്. ഈ സ്ഥലങ്ങളെല്ലാം ഇയാൾ നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്നു എന്നാണ്. ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് നശിപ്പിക്കൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് CCTVയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ, അതിനുവേണ്ടി ഇയാൾ വലിയ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ തെങ്ങോട് നമ്മൾ കാണുന്നത്, തെങ്ങോട് ഇവിടെ മൊബൈൽ ഫോണുകൾ ഇയാൾ ജലാശയത്തിലേക്ക് ഉപേക്ഷിക്കുന്നു, മടങ്ങിപ്പോകുന്നു എന്നാണ്. അവിടെ എല്ലാം ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അതിന് തൊട്ട് മുൻപുള്ള ദിവസം ഇവരെ കൊല്ലുവാൻ ഉപയോഗിച്ച, വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡംബിൾസ്, തലക്കടിച്ച് മാരകമായി മുറിവേൽപ്പിച്ചത് ഡംബിൾസ് കൊണ്ടാണ്. ഈ ഡംബിൾസും അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ഫ്ലാറ്റിലെ താക്കോലും, ഇത് രണ്ടും കൈക്കലാക്കി അത് അവിടെ നിന്ന് ബാഗിൽ നിറച്ച് മടങ്ങുകയായിരുന്നു. ഇത് ഉപേക്ഷിച്ച സ്ഥലങ്ങളും ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള സ്ഥലങ്ങളാണ്. അതും കാക്കനാട് അന്ന് പോകുമ്പോൾ പള്ളിലാങ്കര എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു കുന്നിൻ മുകളിലേക്ക് കയറുന്ന പോലത്തെ ഒരു പ്രദേശമാണ്. ഇവിടെയും CCTVയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതൊരു കുന്നിൻ പ്രദേശം പോലുള്ള സ്ഥലമാണ്. കടമ്പ്രയാറിലേക്ക് ചേർന്ന് പോകുന്ന വശമാണ്. അവിടെ നിന്ന് വലിച്ചെറിയുകയായിരുന്നു എന്നാണ്. ഈ അവിടെ ഡമ്പലും അതോടൊപ്പം തന്നെ താക്കോൽ കൂട്ടവും അതും രണ്ടും കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് അവശേഷിക്കുന്നത് കൊലപാതകം, ഈ കൃത്യം നടന്ന വീട്ടിൽ ഇയാളെ എത്തിക്കുക, ഫ്ലാറ്റിൽ ഇയാളെ എത്തിക്കുക ആണ്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെ തെളിവെടുപ്പിൻ്റെ ഈ ഘട്ടങ്ങൾ പൂർത്തിയായ ശേഷം പോലീസ് ഒരുപക്ഷെ 1-ാം തീയതി വരെയും കയ്യിൽ സൂക്ഷിക്കണമെന്നില്ല. അതിന് മുൻപായി ജുഡീഷ്യൽ ഈ തങ്ങളുടെ നടപടികൾ പൂർത്തിയാക്കിയെന്ന് കോടതിയെ അറിയിച്ച കോടതിക്ക് കൈമാറാവുന്നതാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ദുരൂഹതകളോ കാര്യങ്ങളോ അവശേഷിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. 2 പ്രതികളും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഖദീജയെ സ്ഥലത്തേക്ക് എത്തിക്കുന്നില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു കൊലപാതകത്തിലെ ഗൂഢാലോചനയിലാണ് അവർക്ക് പങ്കുള്ളത്. അത്തരം കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെടുകയും അവരിൽ നിന്ന് കാര്യങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ ടോം എടുത്തു പറയേണ്ടത്, പോലീസിന്റെ ഒരു നിരീക്ഷണ കാര്യങ്ങളും എല്ലാം അതാണ്. ഖദീജ ഈ കേസിലെ മുഖ്യ പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള ഖദീജയ്ക്ക് ഈ കേസിൽ നേരിട്ട് പങ്കില്ല, ഗൂഢാലോചനയിൽ മാത്രമാണ് പങ്കുള്ളതെന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ ഈ തെളിവെടുപ്പിനെത്തിക്കാത്തത്. പക്ഷെ വീട്ടിലേക്ക് കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ ഖദീജയെയും കൂടെ കൊണ്ടുവരുമായിരിക്കുമോ? കാരണം ആസൂത്രണത്തിൽ ഇതെങ്ങനെ ഈ കൊലപാതകം നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഖദീജയ്ക്കും പങ്കുള്ളതല്ലേ? അപ്പോൾ വീട്ടിൽ നടത്തുന്ന തെളിവെടുപ്പിൽ ഖദീജയെ എത്തിക്കുമോ? ഖദീജയെ വീട്ടിൽ നടക്കുന്ന തെളിവെടുപ്പിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഖദീജയെ ഇയാൾ പരിചയപ്പെടുന്നതെല്ലാം തന്നെ ജെയ്സിയുടെ ഫ്ലാറ്റിൽ വെച്ചാണ്. അവരാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അവരാണ് ആദ്യം സുഹൃത്തുക്കളായിരുന്നത്. പിന്നീടാണ് ഇയാൾ ഇവരുടെ അടുത്തേക്ക് വരുന്നതും പിന്നീട് ഖദീജയുമായിട്ട്
സുഹൃത്ത് ബന്ധത്തിലാകുന്നതും കാമുകിയായി മാറുന്നതും എല്ലാം അങ്ങനെയാണ്, സുഹൃത്തായി മാറുന്നതുമെല്ലാം അവിടെ വെച്ചാണ്. അപ്പോൾ ഇവർ ഒപ്പം ഉണ്ടായിരുന്നവരാണ്. സ്വാഭാവികമായും ഇവരുടെ കൂടി ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആ വീട്ടിൽ എന്ത് ചെയ്യണം, കാരണം രണ്ടുപേരുടെ ഒരു ആസൂത്രണത്തിൽ വന്നതാണ് ഇവരെ ബാത്റൂമിലേക്ക് അവിടെ തലയടിച്ച് വീഴുന്നതായിട്ട് ചിത്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക. അതെല്ലാം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. താക്കോൽ വെച്ചിരിക്കുന്ന സ്ഥലവും കാര്യങ്ങളും, കാരണം ഖദീജ പലതവണ ഈ ജെയ്സിക്കൊപ്പം ഉണ്ടായിരുന്നതാണ്, അവിടെ ഫ്ലാറ്റിലൊക്കെ എല്ലാം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് അവിടെ താമസക്കാരുമായി ബന്ധപ്പെട്ടെല്ലാം കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ തെളിവെടുപ്പിൽ അവരെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത്. ഈ ഗൂഢാലോചനയിൽ കൂടുതൽ പങ്കാളിത്തം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എന്ത് ചെയ്യണം, ഈ ഫ്ലാറ്റിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരാണ് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് അവരെയും കൂടി തെളിവെടുപ്പിനെ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഇതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും ചെയ്യും. ഈ കേസിൽ മറ്റ് പ്രതികളില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റാരും തന്നെയും ഇവരുമായി ചേർന്ന് ഗൂഢാലോചനയിൽ പങ്കാളികളാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒളിയിടങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കാനോ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനോ അങ്ങനെ ആരും തന്നെയും ഇവരുമായിട്ട് സഹകരിച്ചിട്ടില്ല. ഇവർക്ക് രണ്ടുപേരും മാത്രം ചേർന്ന് ആസൂത്രണം ചെയ്തതാണ്. ഈ കൊലപാതക കൃത്യം നടക്കുന്ന ആ സമയങ്ങളിൽ ആ ഗൂഢാലോചന നടക്കുന്ന സമയത്തൊന്നും ആ രണ്ടുപേരും തന്നെ ജെയ്സിയെ വിളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതാണ്. കൂടുതൽ ഒരു കരുതൽ അക്കാര്യത്തിൽ എടുത്തിരുന്നു. അങ്ങനെ ഒരു ഫോൺ കോളുകൾ പരിശോധിക്കപ്പെടുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും സാധ്യതയിലേക്ക് പോകാതെ കുറെ മാറി നിന്നു എന്നതാണ്. രണ്ടുപേരും അത്തരം മാറി നിൽക്കുകയും പിന്നീട് ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ പലപ്പോഴായി വന്ന ഈ പരിസരത്ത് നിരീക്ഷണം നടത്തിയിരുന്നു എന്നതെല്ലാം തന്നെ ഇയാളിപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തെളിവെടുപ്പിന് ഗിരീഷ് ബാബു ആ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുന്ന യാതൊരു കൂസലുമില്ലാതെ തന്നെ ഇയാൾ ഇത്തരം സ്ഥലങ്ങൾ ഫോൺ എങ്ങനെയാണ് എറിഞ്ഞ് കളഞ്ഞത് അതടക്കം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇയാൾ പറഞ്ഞതനുസരിച്ച് ആണ് പിന്നീട് തെരച്ചിൽ നടത്തുന്നതും പിന്നെ വളരെ പെട്ടെന്ന് ഫോണുകൾ വീണ്ടെടുക്കാൻ കഴിയുകയും എല്ലാം തന്നെ ചെയ്തത്. ടോം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ജെയ്സി കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ജെയ്സിയുടെ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ പ്രതി ഉപേക്ഷിച്ച സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്.